Good afternoon. Good afternoon. Fine. Thank you. PDF കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മള് ഓപ്പറേഷൻ DHS എല്ലാം എടുത്തുകൊണ്ടിരുന്നത് എഫിഷ്യൻസി പറഞ്ഞു, പ്രിവെൻഷൻ പറഞ്ഞു, അല്ലെ? അത് സ്ക്രീൻ ഷെയർ ആയിക്കോളൂ കേട്ടോ. ആവുന്നേ ഉള്ളൂ. ടെക്സ്റ്റിൽ ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് എടുക്കുന്നത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. കേൾക്കാലോ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഏറ്റവും എമർജൻസി എക്യുപ്മെന്റ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് വരുന്ന ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. DHSനകത്ത് എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ. Cardiac trolley with a defibrillator has to be readily available to all personnel on its location. Specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expert, and preventive maintenance of equipment. Okay. First of all, എന്താണ് പറയുന്നത്? Cardiac trolley with the defibrillator has to be readily available. Cardiac trolley അല്ലെ defibrillators ഉള്ള പ്രധാനപ്പെട്ട എമർജൻസി എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. ഡെഫിബ്രിലേറ്റർ അടങ്ങുന്ന ഒരു കാർഡിയാക് ട്രോളി എന്താണ് ഈസിലി നമുക്ക് അവൈലബിൾ ആയിരിക്കണം അല്ലെ. അത് എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിലായിരിക്കണം DHS നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ. യെസ്. സെക്കൻഡ് വൺ എന്താണ്? ടു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ഏതൊക്കെ എമർജൻസി എക്യുപ്മെന്റ്സുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും നിർബന്ധമായിട്ട് അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അല്ലാതെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ലൊക്കേഷൻസ് അറിയില്ല, അല്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ പേഷ്യന്റിന്റെ ജീവനെ ആയിരിക്കും ബാധിക്കുന്നത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ എന്താണ് എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും നിർബന്ധമായിട്ടും അതെവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, മനസ്സിലായോ? ഓക്കെ. Next one, specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expert, and preventing maintenance of equipment. ഇനി ഓരോ പേഴ്സൺസിനും ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ്
പ്രധാനമായിട്ടും മെഡിസിൻസ് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. മെഡിസിൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. മാത്രമല്ല ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജസോ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഉപകരണങ്ങൾ എമർജൻസി എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി തന്നെ അതിന്റെ റിപ്പയറിങ്ങോ എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ ഇതിന് റീപ്ലേസ് ചെയ്യുക. അതിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമർജൻസി എക്യുപ്മെന്റ്സുകൾ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഒഴിക്കുന്നതാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ടും എമർജൻസി എക്യുപ്മെന്റ്സുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രത്യേകിച്ച് തിയേറ്റേഴ്സ് സ്റ്റാഫുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഓക്കെ, വെച്ച് നോക്കട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായോ അത് 3 ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട? എളുപ്പമല്ലേ അത്? ഓക്കെ, next one, administration must involve standard policies for protection of patients in operation theatre. Administration must involve standard policies for protection of patients in operation theatres. നമ്മൾ എന്താ നോക്കുന്നത്, തിയേറ്റേഴ്സിനകത്തുള്ള രോഗികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് തിയേറ്ററിലെ രോഗികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് പോളിസീസുകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, methods of patient identification, restraining of patients during movement, protection of patients on operating table while turning or transferring, and infection prevention protocols. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, തിയേറ്റേഴ്സിലെ രോഗികളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ പോളിസി എന്താണ്, മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് രോഗികളെ തിരിച്ചറിയുന്നതിനുള്ള കുറച്ച് രീതികളുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാം? എന്തൊക്കെ ഉണ്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആളുടെ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ID ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസിന്റെ ID കാർഡ് ഉണ്ടായിരിക്കാം, അത് ബാഡ്ജ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ കാർഡായിട്ടായിരിക്കും കട്ടിലായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്സുകൾ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ചാൻസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. ആളുടെ നെയിം, പേര്, ഫുൾ നെയിം ഉണ്ടായിരിക്കും, ഏത് ജെൻഡർ ആണ്, ഏത് ഡോക്ടേഴ്സിന്റെ നെയിം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ MRID ഉണ്ടായിരിക്കും അല്ലെ, മെഡിക്കൽ റെക്കോർഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്. അതായത് ആ പേഷ്യന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം സംവിധാനം, എല്ലാത്തരം ഫെസിലിറ്റീസ് അടങ്ങുന്ന ഒരു ID പ്രൂഫ് ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്സുകളും ഐഡന്റിഫിക്കേഷൻ ലേബിൾസുകളും ബാഡ്ജസുകളും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്, നമ്മള് രോഗി ചലിക്കുന്ന സമയത്ത് ആളുടെ നിയന്ത്രണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. പ്രത്യേകിച്ച് തിയേറ്റേഴ്സ്, ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അവരെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊട്ടക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തുന്നത്. കാരണം മൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തില് ചലിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായി അല്ലെങ്കിൽ വീഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അത്തരം സമയങ്ങൾ അതായത് രോഗിയുടെ ഒരു ചലന സമയത്ത് നമ്മൾ രോഗിയെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരിക്കണം. ഓക്കെ, യെസ്. Then third one, protection of patients on operating table while turning on transferring.
പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ ബൈ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്. എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മള്? പ്രത്യേകിച്ച് പേഷ്യൻസിനെ നമ്മള് സർജറിക്ക് ശേഷം ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യോ ടേൺ ചെയ്യുന്ന സമയത്തും പൂർണ്ണമായിട്ട് അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രമായിരിക്കും അവരെ മാറ്റേണ്ടത്, ടേബിളിൽ നിന്ന് മാറ്റുന്നത്. അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്ത് നമ്മുടെ അശ്രദ്ധ മൂലം പേഷ്യന്റ് നമ്മുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ എന്താണ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന വെളിച്ച സ്ട്രക്ചറിലേക്കോ വീൽചെയർസിലേക്കോ മാറ്റുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കണം പേഷ്യൻസിനെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. Then infection prevention protocols. എന്താണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ? തിയേറ്റേഴ്സിനകത്ത് നിർബന്ധമായിട്ടും ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ പ്രോട്ടോകോൾസും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം, അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് ഇതെല്ലാം തന്നെ പേഷ്യൻസിന്റെ, അതായത് തിയേറ്റേഴ്സിനകത്തുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പോളിസീസ് ആണ്. ഒന്ന് അവിടെ തിരിച്ചറിയുന്നതിനുള്ള ഐഡന്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ഐഡന്റിഫിക്കേഷൻ ലേബൽസോ ബാഡ്ജസോ കാർഡുകളോ ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ചലന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരിക്കണം. നിർബന്ധമായിട്ടും ടേബിൾ, പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് ടേബിളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ടേൺ ചെയ്യുന്ന സമയത്ത് എന്താണ് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടായിരിക്കണം അവരത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നിർബന്ധമായിട്ടും അണുബാധ തടയുന്നതിനുള്ള എല്ലാത്തരം പ്രോട്ടോകോൾസും തിയേറ്റേഴ്സിനകത്ത് നമ്മൾ പാലിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോളിസീസ് ആണ് കേട്ടോ. മനസ്സിലായോ 4 പോയിന്റ്? ഓക്കെ. ഇപ്പോഴും ഷെയർ ആയിട്ടില്ലല്ലോ സ്ക്രീൻ അല്ലേ? ഇപ്പൊ കാണാലോ? ഇപ്പൊ കാണണോ? കാണാം നോക്കി. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മള് റിക്കവറി റൂമിലെ പോളിസീസ് എന്തൊക്കെയാണ്? റിക്കവറി റൂമിൽ ഫോളോ ചെയ്യേണ്ട പ്രൊട്ടക്ഷൻ പോളിസീസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. All equipment should be ready on demand. Restriction of visitors to prevent infection. നോക്കാം, റിക്കവറി റൂമിൽ അതായത് സർജറിക്ക് ശേഷം, ആഫ്റ്റർ ദ സർജറിക്ക് ശേഷം നമ്മൾ പ്രധാനമായിട്ട് പേഷ്യന്റിന്റെ ഒബ്സർവേഷൻ അല്ലെ കൃത്യമായിട്ടൊരു ഒബ്സർവേഷൻ ചെയ്തിരിക്കണം. അതായത് എവറി 15 മിനിറ്റ്സ് സർജറിക്ക് ശേഷം നമ്മൾ 15 മിനിറ്റ് കൂടുന്ന സമയത്ത് എന്താണ് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തിരിക്കണം. അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വെച്ചാൽ എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഓക്കെ ആണോ അല്ലെ, നോർമൽ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ആള് കോൺഷ്യസ് ആയോ എന്ന് നോക്കണം അല്ലെ. നമ്മൾ ചോദിക്കുന്ന കമാൻഡ്സിനൊക്കെ ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അല്ലെ, ആളുടെ കോൺഷ്യസ് ലെവൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇപ്പൊ അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻസ് ആണെങ്കിൽ കോൺഷ്യസ് ആയി വരാൻ സമയം എടുക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സിവിയർ ആയിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ പേഷ്യന്റ് ഒബ്സർവേഷൻ ഓരോ സർജറി ചെയ്യുമ്പോൾ നമ്മളൊരു 15 മിനിറ്റ് സമയം ഇടയ്ക്കിടെ എന്താണ് അതിങ്ങനെ ഓരോ ഇന്റർവെൽസിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിക്കണം. പ്രത്യേകിച്ച് വൈറ്റൽ സയൻസ്, നമ്മൾ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞ ചിലപ്പോൾ ആ പേഷ്യന്റ് ഓക്കെ ആണോന്നില്ല അല്ലെ, ഓക്കെ ആണോന്നില്ല. എന്ത് വേണമെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല അല്ലെ. പ്രത്യേകിച്ച് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഈ മിനിറ്റ്സ് കൂടുമ്പോൾ വൈറ്റൽ സയൻസിലൊക്കെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ, ബിപിയിലോ മറ്റെന്തെങ്കിലുമൊക്കെ ഹാർട്ട് റേറ്റ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിരിക്കാം. ഓക്കെ. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 15 മിനിറ്റ്സ് കൂടുമ്പോൾ പേഷ്യന്റ് ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ. ഇതെല്ലാം തന്നെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? എല്ലാ കേസസും അല്ല കേട്ടോ, സർജറിക്ക് ശേഷം എന്തെങ്കിലും വരാമെന്ന് പറഞ്ഞത് എല്ലാ കേസസും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്കൊന്നും പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ കാര്യം ഒന്നിലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്, അതിനാൽ തന്നെ പല കോംപ്ലിക്കേഷൻസും വന്നിരിക്കും. യെസ്, നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാലേ. ബ്ലീഡിംഗ് ചിലപ്പോൾ എല്ലാവരിലും ഒരേപോലെ സ്റ്റോപ്പ് ആവണമെന്നില്ല. ബ്ലീഡിംഗ് നിൽക്കാതെ വന്നാലും നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. ഓക്കെ.
ഇനി all equipment should be ready on demand. All equipment should be ready on demand. എന്താ പറയുന്നത്? എല്ലാ എക്യുപ്മെന്റ്സുകളും ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം അല്ലെ? തിയേറ്റേഴ്സിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ആവശ്യാനുസരണം തയ്യാറായിരിക്കണം. Then last one, restriction of visitors to prevent infection. Restriction of visitors to prevent infection. നമ്മള് സന്ദർശകരെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരിക്കണം. എന്തിനു വേണ്ടിയാണ് സന്ദർശകരെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിസിറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിർബന്ധമായിട്ടും അവരെ സന്ദർശകരെ അനുവദിക്കാത്തതിന്റെ പ്രധാന കാരണം എന്താണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വിസിറ്റേഴ്സ് സന്ദർശകരെ നമ്മള് നിയന്ത്രിച്ചിരിക്കുന്നത് കേട്ടോ. തിയേറ്റേഴ്സിൽ നമ്മള് റിക്കവറി റൂംസിലെ പേഷ്യൻസിന്റെ ഒബ്സർവേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 2-3 പോളിസീസ് ആണ് ഇപ്പോഴും പറഞ്ഞത്. ഒന്ന്, 15 മിനിറ്റ്സ് സർജറിക്ക് ശേഷം നമ്മൾ എപ്പോഴും എന്താണ് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ്, ലെവൽ ഓഫ് കോൺഷ്യസും ബ്ലീഡിംഗ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല ഫീഡ്ബാക്ക് ഒബ്സർവ് ചെയ്യാം. പിന്നെ എല്ലാ ഉപകരണങ്ങളും ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സന്ദർശകരെ നമ്മളെ നിയന്ത്രിച്ചേ മതിയോ. അതായത് അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സന്ദർശകർ നമ്മള് കൃത്യമായിട്ട് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അല്ലെ? സന്ദർശകരെ നിയന്ത്രിച്ചിട്ടാണ്. പ്രത്യേകിച്ച് തിയേറ്റേഴ്സിനകത്ത് ഒരാളെങ്കിലും മാത്രമാണ് നമ്മൾ വിസിറ്റേഴ്സിനെ അനുവദിക്കാറുള്ളത് അല്ലെ? ഒരാളെ മാത്രം. അത് അത്ര പ്രൊട്ടക്ഷനോടുകൂടി മാത്രമല്ല, ഒരാളെ മാത്രമല്ല നമ്മൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് രണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഇതിലെ ഓപ്പറേഷൻ ഡീറ്റെയിൽസിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് responsibilities of an operating room executive secretary. Responsibilities of an operating room executive secretary. Okay. നോക്കാം, ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? Operating room executive secretaries keep the department running smoothly and effectively by treating and welcoming patients. അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹമാണ് അല്ലെ? മാത്രമല്ല, വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ വാം വെൽക്കം ചെയ്യുന്നതോ ഇദ്ദേഹമാണ്. ഓപ്പറേറ്റിംഗ് റൂമിന്റെ എല്ലാ തരം ഡിപ്പാർട്ട്മെന്റ്സിനെ സ്മൂത്ത് ആയിട്ട് പ്രവർത്തിപ്പിക്കും. അതോടൊപ്പം തന്നെ പുതിയ പേഷ്യൻസിനെ എല്ലാം തന്നെ എന്താണ് വാം വെൽക്കം ചെയ്യുന്നതും അദ്ദേഹമാണ്. ഓക്കെ, then answering questions and clear doubts. Answering questions and clear doubts. എന്താ പറയുന്നത്? എന്തുതരം ചോദ്യങ്ങൾക്കും എല്ലാത്തരം മറുപടികൾ കൊടുക്കുന്ന എല്ലാത്തരം ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം. അതായത് എന്തെങ്കിലും ഇപ്പൊ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ എന്താണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യപരിഹാരം അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ, then these workers operate office equipment that includes voicemail and phone system, machines, copies and scanners, and also maintain and organize department supplies. ഇനി ഇദ്ദേഹത്തിന് കുറച്ച് ഓഫീസ് വർക്ക്സ് കൂടി വരുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറിക്ക് ഓഫീസ് ഡ്യൂട്ടീസ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സുകൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്താണ് വോയിസ് മെയിൽസുകൾ ചെക്ക് ചെയ്യുന്നത്, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു, മെഷീൻസ്, മറ്റ് കോപ്പീസ് ആൻഡ് സ്കാനേഴ്സ്, പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ് ഓർഗനൈസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അതായത് ഇദ്ദേഹം മറ്റ് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓഫീസ് ഡ്യൂട്ടീസ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? വോയിസ് മെയിൽ ചെക്ക് ചെയ്യുന്നത്, ഫോൺ സിസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നത് തുടങ്ങി എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? Yes. Then they accept route messages and transfer correspondence verbally or through write form. They accept route messages and transfer correspondence verbally or through write form. Okay. ഇദ്ദേഹം റൂട്ട് മെസ്സേജസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താണ് റൂട്ട് മെസ്സേജുകൾ എന്ന് പറയുന്നത്? എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റൽ വൈസ് വരുന്ന എല്ലാത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഒന്നെങ്കിൽ വെർബലിയോ അല്ലെങ്കിൽ റിട്ടേൺ ഫോംസിലോ അദ്ദേഹം അതിനുള്ള മറുപടികളും അയക്കുന്നുണ്ട്. ഓക്കെ,
അതായത് ഡിപ്പാർട്ട്മെന്റൽ വൈസ് വരുന്ന എല്ലാത്തരം മെസ്സേജസുകൾ മെസ്സേജുകൾ അദ്ദേഹം സ്വീകരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ മറുപടികൾ നമ്മുടെ ഒന്നുകിൽ വെർബലോ അല്ലെങ്കിൽ റൈറ്റ് ഫോംസിലോ അല്ലെങ്കിൽ റിട്ടേൺ ഫോംസിലോ നമ്മളത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. വരുന്ന എല്ലാ മെസ്സേജസും ആക്സെപ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ മറുപടി അയക്കുന്നതിന്റെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹമാണ്. ഓക്കെ, മനസ്സിലായോ? Yes. Then additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department role, updating web status. ഇനി അദ്ദേഹം കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ടേക്കിംഗ് സ്പെസിമെൻസ് ടു ദ ലാബ്, ലാബിലേക്ക് മാതൃക സ്പെസിമെൻ മാതൃക കൊണ്ടുപോകുന്നതും അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ വെബ് സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും അല്ലെങ്കിൽ വെബ് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. എന്താണ് അഡീഷണൽ ഡ്യൂട്ടീസിലാണ് ഇത് രണ്ടും വരുന്നത്. ഒന്ന് സ്പെസിമെൻസ് ലാബിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പിന്നെന്താണ് ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ്, ഹോസ്പിറ്റൽ മറ്റ് പ്രൊസീജിയേഴ്സ് പ്രത്യേകിച്ച് തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വെബ് സ്റ്റാറ്റസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then maintain cleanliness and orderliness like cleaning stations. Maintaining cleanliness and orderliness like cleaning stations. തിയേറ്റേഴ്സിനകത്ത് എപ്പോഴും ഒരു ശുചിത്വം പാലിക്കുന്നത് അല്ലെ, അതായത് നഴ്സിംഗ് സ്റ്റേഷൻസ് പോലെ തന്നെ തിയേറ്റേഴ്സിനകത്തും കൃത്യമായ ഒരു ക്രമവും അല്ലെങ്കിൽ ഒരു ശുചിത്വം പാലിക്കുന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. Then executive secretaries may also be responsible for managing and training new clerical within the operating department. Executive secretaries may also be responsible for managing and training new clerical within the operating room department. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്താണ്? എന്തിലാണ് അദ്ദേഹം റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അല്ലെ, അതായത് പുതിയ ക്ലറിക്കൽ സ്റ്റാഫ്സുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ്സും ആവശ്യമായിട്ടുള്ള രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നതോ അതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ പ്രധാന ഡ്യൂട്ടികളാണ്. ഓക്കെ, also will be responsible for managing and training new clerical within the operating department. പുതിയ സ്റ്റാഫുകൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു, എങ്ങനെയാണ് തിയേറ്റേഴ്സിനകത്തെ പ്രൊസീജിയറും പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം, ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റീസ്? തിയേറ്റർ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ നല്ല സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ പുതിയ പേഷ്യൻസിനെ നല്ല രീതിയിൽ വാർത്തകൾക്കും ചെയ്യുന്നു, എല്ലാത്തരം സംശയങ്ങളും മറുപടികൾ കൃത്യമായിട്ട് കൊടുക്കുന്നു, ഓഫീസ് വർക്ക്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, വോയിസിന്റെ മുതൽ ഫോൺ സിസ്റ്റം അല്ലെങ്കിൽ പിന്നെ സപ്ലൈസസ് ഓർഗനൈസ് ചെയ്യും, അതല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു, പിന്നെ റൂട്ട് മെസ്സേജസുകൾ എല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യും, അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ വെർബലി അല്ലെങ്കിൽ റിട്ടേൺ ഫോംസും അദ്ദേഹം കൊടുക്കുന്നു. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലാബിലേക്ക് മാതൃകകൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ മറ്റ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്യുക, അതായത് ബെഡ് സ്റ്റാറ്റസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും നഴ്സിംഗ് സ്റ്റേഷൻസ് പോലെ തന്നെ തിയേറ്റേഴ്സിനകത്തും അതേപോലെ തന്നെ ശുചിത്വം പാലിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പുതിയ ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതരം ട്രെയിനിങ്സും അവരെ മാനേജ് ചെയ്യുന്നതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് ഓപ്പറേറ്ററും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. വെന്റിലേറ്റർ തുറക്കുക, വെന്റിലേറ്റർ കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു 1 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്റെ ഞാൻ എടുക്കുന്നത്. ഏതൊക്കെ എടുത്തിട്ടുണ്ടോ ഓർമ്മയുണ്ടാവും? മൊഡ്യൂൾ സ്റ്റാർട്ടായി. ഏതൊക്കെ എടുത്തിട്ടുണ്ട്?
accidents and emergency department, front office workflows, operation theatre, S12457. ഞാൻ എടുത്താണ് ചോദിച്ചത്. ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അറിയാൻ പാടില്ല നിങ്ങൾക്ക്. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ലേബർ റൂം ആണ് കേട്ടോ. ലേബർ റൂം എടുത്തു. PDF എടുക്കട്ടെ കേട്ടോ. ഇതിന്റെ ലേബർ റൂം എടുക്കാം കേട്ടോ. നമ്പർ വ്യത്യാസം ഉണ്ടാവും PDF-ല്. പേജ് നമ്പർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് തരാം കേട്ടോ. 73, പേജ് നമ്പർ 73. സ്ക്രീൻ ഷെയർ ആയിക്കോളൂ കേട്ടോ. ലിസ്റ്റിൽ നോക്കാം. എടുത്തോ പേജ് നമ്പർ 73. എല്ലാവരും എടുത്തോ. ഓക്കെ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ലേബർ റൂം കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പലർക്കും പല അനുഭവങ്ങളാണ് അല്ലെ? നോർമൽ കേസ് ഉണ്ടാവാം, കോംപ്ലിക്കേഷൻ കേസസ് ഉണ്ടാവാം, പലതും. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ്സ് കഴിഞ്ഞ സമയമല്ലേ? അതെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? വൈവിധ്യമാർന്ന ഒരു റൂമാണ് ലേബർ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. Obstetrics and gynecology service are practiced in almost all hospitals where obstetrics deals with the process of childbirth. Okay. Obstetrics and gynecology. Obstetrics and gynecology. Gynecology എന്ന് കേട്ടിട്ടുണ്ടാവില്ല നിങ്ങള്? Obstetrics എന്ന് കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടാവും. Obstetrics. Obstetrics and gynecology services. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എത്തരം സർവീസസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്? Deals with process of childbirth അല്ലെ? Obstetrics എന്ന് പറയുന്നത് എന്താണ്? Obstetrics deals with the process of childbirth. അല്ലെങ്കിൽ എന്താണ്, നമ്മള് ഈ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റില് പ്രസവം മാത്രമാണോ നോക്കുന്നത്? ഡെലിവറി മാത്രമാണോ നമ്മൾ നോക്കുന്നത്? ആണോ? ഗർഭം, പ്രസവം, പ്രസവാനന്തര കാലം തുടങ്ങി എന്താണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന യോനി, ഗർഭപാത്രം അല്ലെങ്കിൽ അണ്ഡാശയം എന്നിവയുടെ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? OBG അഥവാ ഗൈനക്കോളജി എന്ന് പറയുന്നത് അല്ലെ? ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
പൂർണ്ണമായിട്ടും നമ്മൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്ത ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് എന്ത് ചൈൽഡ് ബർത്ത് അല്ലെ. യെസ്, അപ്പൊ അണ്ടർലൈൻ ചെയ്യാത്ത ഒരു പോയിന്റ് obstetrics deals with the process of childbirth. Obstetrics deals with the process of childbirth എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഇവിടെ നോട്ട് ടേബിൾ എന്നുള്ളത് വേണ്ട, നോട്ട് ടേബിൾ എന്നുള്ളത് നിങ്ങൾ വെട്ടിക്കളയാം കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദ മെറ്റേണിറ്റി വാർഡ് അത് മതി. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്. മെറ്റേണിറ്റി വാർഡിലെ പ്രധാനപ്പെട്ട 5 ഫങ്ഷണൽ ഏരിയാസിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ പേരുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ഓരോന്ന് എന്താണെന്ന് നോക്കാം. റിസീവിംഗ് ഏരിയ എന്തായിരിക്കും? റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് മെറ്റേണിറ്റി വാർഡിലെ റിസീവിംഗ് ഏരിയ എന്താണ്? റിസീവിംഗ് ഏരിയ എന്താണ്? ഓക്കെ, പേഷ്യന്റിനെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് അല്ലെ. ലേബർ പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ഏതാണ്? എക്സാമിനേഷൻ ഏരിയ. എക്സാമിനേഷൻ ഏരിയ എന്താണോ നമ്മൾ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഒബ്സർവേഷൻസ് ആണ് അല്ലെ. എല്ലാവർക്കും പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അനക്കം അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മറ്റ് വൈറ്റൽ സയൻസ് എല്ലാം തന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? എക്സാമിനേഷൻ ഏരിയ. പ്രീ ഡെലിവറി റൂം. അടുത്ത ഏരിയ ഏതാണ്? പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി റൂം എന്താണ്? പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത് ഡെലിവറിക്ക് തൊട്ട് മുൻപുള്ള സെഷൻ ആണ് അല്ലെ. ഡെലിവറിക്ക് തൊട്ട് മുൻപുള്ള റൂമാണ് പ്രീ ഡെലിവറി. ഇവിടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പ്രീ ഡെലിവറി റൂംസിൽ. ഓക്കെ, യെസ്, ഡ്രസ് ചേഞ്ചിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രീ ഡെലിവറി റൂംസിലാണ് വരുന്നത്. നിങ്ങൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും അല്ലെ. പല പല റൂംസിലൂടെയല്ലേ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ഡെലിവറി സ്റ്റേജസിലേക്ക് എത്തിച്ചേരുന്നത്. യെസ്, നെക്സ്റ്റ് വൺ ഡെലിവറി ഓർ ലേബർ റൂം. അടുത്ത ഏരിയ ഏതാണ്? ഡെലിവറി നടക്കുന്ന പ്ലേസ് ആണ് അല്ലെ. ഡെലിവറി നടക്കുന്ന പ്ലേസ് ആണ് ഡെലിവറി ഓർ ലേബർ റൂം. ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്താണ്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ. ഡെലിവറിക്ക് ശേഷമുള്ള ഒബ്സർവേഷൻ റൂം ആണെന്ന് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ മെറ്റേണിറ്റി വാർഡിന്റെ പ്രധാനപ്പെട്ട 5 ഫങ്ഷണൽ ഏരിയാസ് ആണ് ഏത്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം ഓർ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, 5 ഏരിയാസിന്റെ പേരുകൾ കിട്ടിയോ? 5 ഏരിയാസ്. Next one, the labor room also named as birthing unit. ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. birthing unit എന്നാക്കുക. നമ്മുടെ PDF-ലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കും. Okay, the labor room also named as birthing unit in the hospital is where childbirth takes place. Is one of the most versatile rooms in the hospital, which grants special facilities ensuring safe prenatal care, delivery and immediate postnatal care for the mothers and infant. Okay, ലേബർ റൂമിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബർത്തിങ് യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലേബർ റൂം ആൾസോ നെയിംഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റൂമാണ്. വെസ്റ്റേൺ മീൻസ് ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള ഒരു റൂം, ഒരു ഏരിയ ആണ് എന്താ ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എല്ലാത്തരം ഫെസിലിറ്റീസും മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പേഷ്യൻസിനെ സംബന്ധിച്ച് ലേബർ പേഷ്യൻസിന്റെ സേഫ് പ്രീനാറ്റൽ കെയർ. പ്രീനാറ്റൽ കെയർ എന്ന് പറയുന്നത് എന്താണ്? പ്രീനാറ്റൽ കെയർ. പ്രീനാറ്റൽ കെയർ എന്താണ്? പ്രീനാറ്റൽ കെയർ എന്താണ്? പ്രസവത്തിന് മുൻപുള്ള കാലഘട്ടത്തിലുള്ള പരിചരണം അല്ലെ. പ്രസവത്തിന് തൊട്ട് മുൻപുള്ള പരിചരണം. ബിഫോർ ദ ഡെലിവറി, ദെൻ ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ്നാറ്റൽ കെയർ. അപ്പൊ 3 രീതിയിൽ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് പ്രസവത്തിന് തൊട്ട് മുൻപുള്ള ആ ഒരു ബിഫോർ ദ ഡെലിവറി,
ഡെലിവറി അതായത് ആക്റ്റീവ് ഫേസ്, അതേപോലെ തന്നെ എന്താണ് പോസ്റ്റ് നാച്ചുറൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള കെയർ. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ എന്താണ് എല്ലാത്തരം ഫെസിലിറ്റീസ് മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ. A pregnant woman will go to the delivery room when she is in the active phase of labor. ഒരു പ്രഗ്നന്റ് വുമൺ ലേബർ റൂമിലേക്ക് അല്ലെങ്കിൽ ലേബർ ഫേസിലേക്ക് ലേബർ റൂമിലേക്ക് എത്തിച്ചേരുന്നത് ഏത് സമയത്താണ്? ഏത് സമയത്താണ്? നമ്മള് ഇപ്പൊ പറഞ്ഞു പ്രീ ഡെലിവറി റൂമിലായിരിക്കും അതിന് തൊട്ട് മുൻപ് വരെ. പ്രീ ഡെലിവറി റൂമിൽ നിന്ന് ഡെലിവറി റൂമിലേക്ക് എത്തിച്ചേരുന്നത് ഏത് സമയത്താണ്? ഏത് സമയത്താണ്? യെസ്, വെരി ഗുഡ്. ആ പെയിൻ വരുന്ന സമയത്ത് അല്ലെ? പെയിൻ അതായത് ഡെലിവറി നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെയാണ് നമ്മൾ ആളെ മാറ്റുന്നത് അല്ലെ ഡെലിവറി റൂമിലേക്ക്. യെസ്, അതായത് ആക്റ്റീവ് ഫേസ് ആ ലേബർ ഫേസിന്റെ ആക്റ്റീവ് ഫേസിലാണ് ആ ഒരു ഡെലിവറി അവിടെ നടക്കുന്നത്. ഓക്കെ. പെയിൻ തുടങ്ങുമ്പോൾ അല്ല, പെയിനിന്റെ ആ ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് അല്ലെ? പെയിൻ തുടങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പെയിൻ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് അല്ലെ? അതിന്റെ പെർസെന്റേജ് എന്താ? 70%. 70% എന്ന് പറഞ്ഞാൽ ആവുന്നേ ഉണ്ടാവുള്ളൂ. പെയിൻ വന്നത് കുറച്ചായിട്ടേ ഉള്ളൂ, ഇനി വരാനുണ്ട് അല്ലെ? യെസ്, നിങ്ങൾക്ക് അറിയാലോ, പെയിൻ ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും. എന്താണ് ബുദ്ധിമുട്ടെന്ന് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ ആ ഒരു ആക്റ്റീവ് ഫേസിലാണ് നമ്മൾ പ്രഗ്നന്റ് വുമന്റെ ഡെലിവറി സ്റ്റേജിലേക്ക് ഡെലിവറി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. This unit is devised to handle a birth for women, minor surgeries and procedures. അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ പ്രൊസീജിയേഴ്സ് അല്ലാതെ മൈനർ ആയിട്ടുള്ള ചില സർജറി പ്രൊസീജിയേഴ്സും ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ ഡെലിവറി സമയത്ത് നമുക്ക് സർജറിയുടെ ആവശ്യമുണ്ടോ? ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള സർജറി, അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഡെലിവറി സമയത്ത് വരുന്ന ചെറിയ സർജറീസ് എന്തൊക്കെയാണ്? ചെറിയ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും? നോർമൽ ഡെലിവറിയിൽ വരുന്ന ചെറിയ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? നോർമൽ സർജറീസ്, നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് മുറിവുകൾ ഉണ്ടാവില്ലേ? എപ്പിസ്റ്റോമി. ഓക്കെ. യെസ്, നമ്മള് സ്റ്റിച്ച് ഇടുന്ന പ്രോസസ്സിനെ കുറിച്ച് അറിയാൻ പറ്റും അല്ലെ? നമ്മള് ചെറിയ പോർഷൻസ് ഒക്കെ എന്താണ് വജനയുടെ പോർഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട് കുഞ്ഞിന്റെ പൊസിഷനിങ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് പ്രോസസ് അവിടെ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സും അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓൾറെഡി നോർമൽ ഡെലിവറീസ് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ഈ പ്രൊസീജിയേഴ്സും അതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്, ഒന്നുകൂടി നോക്കാം. എന്താ പറയുന്നത്? ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേര് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ബർത്തിങ് യൂണിറ്റ് എന്നാണ്, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത് എന്താണ്? ലേബർ റൂമാണ്. അവിടെ നമ്മള് സ്പെഷ്യൽ ഫെസിലിറ്റീസ് അഷ്വർ ചെയ്യുന്നുണ്ട്. പ്രീനാറ്റൽ കെയറിലും ഡെലിവറിയിലും ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയറിലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ എന്താണ് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ. മാത്രമല്ല ഇവിടെ ചെറിയ രീതിയിലുള്ള മൈനർ സർജറീസും പ്രൊസീജിയേഴ്സും നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ. അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? യെസ്. Then the labor delivery recovery room (LDR) are in charge of accommodating all kinds of labor, providing maximum assurance and efficient obstetrical care. In certain healthcare institutions, LDR are also known as LDRP suites. Labor, delivery, recovery and postpartum. ഇവിടെ LDR എന്ന് പറയുന്നത് എന്തിനാണ്? LDRന്റെ എക്സ്പാൻഷൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. LDR, labor, delivery, recovery room, LDR. ഓക്കെ. അപ്പൊ ലേബർ, ഡെലിവറി, റിക്കവറി റൂമിന്റെ പ്രധാനമായിട്ടുള്ള അതിന്റെ പ്രധാന ചാർജ് എന്താണ്? മാക്സിമം അല്ലെ? പ്രത്യേകിച്ച് പ്രഗ്നന്റ് വുമൻസിന് മാക്സിമം ആയിട്ടുള്ള അഷുറൻസ് കൊടുത്തുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? മാത്രമല്ല ഈ ഒരു പേര് അല്ലെങ്കിൽ LDRനെ നമ്മൾ അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? LDRP സ്യൂട്ട്സുകൾ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതായത് LDRനെ തന്നെ നമ്മൾ അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറയുന്ന പേര്, മറ്റൊരു പേര് എന്താണ്? LDRP. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കാനുണ്ട്. L എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലേബർ, ഡെലിവറി,
റിക്കവറി ആൻഡ് പി എന്തിനെ സൂചിപ്പിക്കുന്നു? പോസ്റ്റ്മോർട്ടം. ഓക്കെ, LDR എന്ന് പറയുന്നത് ലേബർ ഡെലിവറി റിക്കവറി റൂം, LDRP സ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, രണ്ടിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. It is one of the particular of obstetrical department that runs all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. So, ഈ LDRP suites പ്രധാന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഒബ്സ്റ്റട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രധാനമായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് അത് ഉറപ്പുവരുത്തുന്ന, എല്ലാ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ തരത്തിലുള്ള ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ആവശ്യാനുസരണം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്. ആരാണ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്? ലേബർ റൂമിലെ സ്റ്റാഫുകളാണ് അല്ലെ, പേഴ്സണൽസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആവശ്യാനുസരണം എന്തുണ്ടായിരിക്കും? സ്റ്റാഫുകൾ ലേബർ റൂമിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, മാൻ പവേഴ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള നല്ല സേവനമാണ്, നല്ലൊരു അഷുറൻസ് ഫെസിലിറ്റീസ് ആണ് LDRP സ്യൂട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ പ്രഗ്നന്റ് വുമൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നല്ലൊരു ലേബർ പീരീഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ തന്നെ ഉറപ്പുള്ളൊരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ലേബർ റൂം സഹായിക്കുന്നു. ഓക്കെ, യെസ്, മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? ഇനി നമ്മള് ഹോസ്പിറ്റൽ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മുടെ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും കാണുന്നത്? മെയിൻ എൻട്രൻസിൽ തന്നെയാണോ നമ്മൾ കാണുന്നത്? ആണോ? ഓക്കെ, നോക്കാം. This section should be located in convenient but isolated area. The labor room floor remote must be reachable from the entrance of the department to steady away from the unnecessary specific while also providing privacy to patients. It should be not far from the OT and surgical unit while facilitating the movement of patients, avoiding cross pollution. അപ്പൊ ലേബർ റൂമിന്റെ ലൊക്കേഷൻ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? നമുക്ക് കൺവീനിയന്റ് ആയിരിക്കും, പക്ഷെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ. എന്തിനു വേണ്ടിയാണ് ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇത് വരുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അല്ലെങ്കിൽ ഇത് റിമോട്ട് ഏരിയാസിൽ ചുറ്റപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം? രോഗികളുടെ സ്വകാര്യത മെഷർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ്, പ്രൈവസി ടു അല്ലെ, പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇതിനൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമോട്ടഡ് ഏരിയാസിൽ നമ്മൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രഗ്നന്റ് വുമൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ വുമൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ഇത് OT-യിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കോ ലേബർ റൂം വരുന്നത്? ഓപ്പറേഷൻ റൂമിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കോ? അല്ല. എന്തുകൊണ്ടാണ്? ഇൻ കേസ് ഓഫ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണ്, സർജറീസ് ആവശ്യമായി വന്നേക്കാം അല്ലെ. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനാൽ തന്നെയാണ് തിയേറ്റേഴ്സിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ്, അതായത് OT-യുടെ സർജിക്കൽ യൂണിറ്റിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്, ലേബർ റൂമിന്റെ ലൊക്കേഷൻസ് വരുന്നത്. മാത്രമല്ല മറ്റ് എന്താ പറയാ, facilitating the movement of patients, avoiding cross pollutions. മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ പേഷ്യൻസിന് ഓവർ ഫ്ലോസ് ഒന്നും വരാത്ത രീതിയിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസസ് തന്നെയാണ് എന്തിൽ ചൂസ് ചെയ്തിരിക്കുന്നത്, നമ്മള് ലേബർ റൂമിന്റെ ലൊക്കേഷൻസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ദൂരെയല്ല, എന്നാൽ നമ്മുടെ എൻട്രൻസിൽ നിന്ന് നമുക്ക് റീച്ചബിൾ ആവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. OT-യുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കുമല്ലോ ലേബർ റൂമിന്റെ ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ്? ഡിസൈൻ labor room must be enough size with large doors allowing passages of the bed or structure with attendants. നമുക്കറിയാം അത്യാവശ്യം സൈസുള്ള റൂംസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കും. അതിന്റെ പാസേജസ് തന്നെ എന്താണ്, അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും. നമ്മുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ അറ്റൻഡൻസിന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാത്തരം സൗകര്യങ്ങളുള്ള രീതിയിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിന്റെ അകത്ത് ഈ കോംപ്ലക്സിനകത്ത് എന്താണ് ആവശ്യത്തിലധികം ലൈറ്റും പവർ ബാക്കപ്പ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. The labor room complex should have enough light, power backup, ventilation, drainage area, clean utility area, autoclave supplies and common supplies such as towel linens and etc. അതായത് ഈ കോംപ്ലക്സിനകത്ത് എല്ലാത്തരം ലൈറ്റിംഗ് സംവിധാനങ്ങളും പവർ ബാക്കപ്പ് സംവിധാനങ്ങളും വെന്റിലേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലേബർ പേഷ്യൻസിന് വേണ്ടി ഡ്രൈനേജ് ഏരിയ ഉണ്ടായിരിക്കും. ഡ്രൈനേജ് അറിയാലോ, പഠിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയാസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോക്ലേവ് സപ്ലൈസസ് ഒക്കെ അല്ലെങ്കിൽ കോമൺ സപ്ലൈസുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അതായത് ടവൽസ്, ലിനൻ, തുണിത്തരങ്ങൾ എന്നിവ മുതലായവ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കും. This area should be designed to block out sound, ensuring that patients can experience optimal comfort and relaxation. Okay. ഈ ഏരിയയിൽ നമുക്കറിയാം ലേബർ റൂമിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അകത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര സൈലൻസ് ആയിരിക്കും അല്ലെ. ഇവിടെ എപ്പോഴും എന്താണ് അങ്ങനെ നിയന്ത്രിക്കുന്നതിന്റെ കാരണം പേഷ്യൻസിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കംഫർട്ടും റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്താണ് അവിടെ നല്ല രീതിയിൽ നിയന്ത്രണം ഉണ്ട്. അതായത് സന്ദർശകരെ പോലെ നമ്മൾ അനുവദിക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലെ. അതായത് ഒരാൾ മാത്രം ചിലപ്പോൾ കാണാനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് എപ്പോഴും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായിരിക്കും. അതായത് ആ പേഷ്യൻസിനെ എപ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ പ്രത്യേകിച്ച് ലേബർ പേഷ്യൻസിന്റെ ഒരു മാനസികാവസ്ഥയെ എന്താണ് ഇമ്പോർട്ടൻസ് വഹിച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ അകത്തെ എല്ലാത്തരം ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Then facilities for examination, preparation and observation are also available. ഇനി ലേബർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ മെറ്റേണിറ്റി ഏരിയാസും അവൈലബിൾ ആയിരിക്കും അല്ലെ. പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുന്നതിന് ഏരിയ ഉണ്ടായിരിക്കും, പ്രിപ്പയർ ആക്കുന്നതിന് ഏരിയ ഉണ്ടായിരിക്കും, ഒബ്സർവേഷൻ ചെയ്യുന്നതിനുള്ള എല്ലാ ഏരിയാസും നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന് ഡിസൈൻസ് വരുന്നത്. ഓക്കെ. അപ്പൊ ആവശ്യത്തില് സൗകര്യമുള്ള എല്ലാ ഡോർസും ഉണ്ടായിരിക്കും, നല്ല പാസേജസ് ഉണ്ടായിരിക്കും, പിന്നെ എല്ലാത്തരം ലൈറ്റിനിങ് സംവിധാനങ്ങള് ആവശ്യത്തിനുള്ള എല്ലാ സപ്ലൈസും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ആ ഒരു ഒപ്റ്റിമൽ കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അവരെ എക്സാമിൻ ചെയ്യുന്നതിനും പ്രിപ്പയർ ചെയ്യുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനുള്ള എല്ലാത്തരം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഡിസൈൻ അതായത് ലേബർ റൂം കോംപ്ലക്സിനെ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 സോണുകളായിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. LDR, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓക്കെ. പഠിക്കാനുള്ളത് LDR സോൺസിന്റെ 3 കോംപ്ലക്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അൺസ്റ്റെറൈൽ സോൺ അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അൺസ്റ്റെറൈൽ കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഓക്കെ. ഓരോന്നും ഏതിലൊക്കെ എന്താ ഉൾപ്പെടുന്നത് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഓക്കെ. ദെൻ പ്രൊട്ടക്റ്റീവ് സോൺസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പ്രൊട്ടക്റ്റീവ് സോൺസിൽ ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഓക്കെ. പ്രൊട്ടക്റ്റീവ് സോണിൽ ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഡെലിവറി സോൺസിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. അപ്പോ ഡെലിവറി റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഡെലിവറി റൂം ഏത് സോണിലാണ്? ഡെലിവറി സോണിലാണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് ഡെലിവറി റൂം ഉൾപ്പെടുന്ന സോൺ ഏതാണ്? LDRലെ ഏതാണ്? ഡെലിവറി സോൺ ആണ് കേട്ടോ. ഓക്കെ. പ്രൊട്ടക്റ്റീവ് സോണിലെല്ലാം ഉൾപ്പെടുന്നത് ഡെലിവറി സോണിലാണ് ഡെലിവറി റൂംസ് വരുന്നത്. ഓക്കെ. മാറിപ്പോയത് കേട്ടോ. അപ്പൊ 3 കാറ്റഗറീസ് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്ന സോണുകളും പഠിക്കണം കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ അത്? ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇതിനകത്തുള്ളതെന്ന് കൂടി പറയുന്നുണ്ട്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ ഫെസിലിറ്റീസ് എന്തൊക്കെ സൗകര്യങ്ങളും ആവശ്യകതകളുമാണ് ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം ഉണ്ട്, സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, പിന്നെ എന്താണ് റൂംസ് ഡിസൈൻ ഫോർ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണർ. ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സിന്റെ ഓഫീസ് ഉണ്ടാവും,
ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും, സ്ക്രബ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, അതേപോലെ തന്നെ ടോയ്ലറ്റ്, ഡ്യൂട്ടി റൂംസുകൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, റൂം ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്, മെഡിസിൻസും എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക റൂംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും, ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ടായിരിക്കും. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. എന്താണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്? എങ്ങനെയുള്ള സ്കിഡിംഗ് സൗകര്യമാണ് ഉണ്ടായിരിക്കുക അവിടെ? റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്കിപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മള് സ്കിപ്പ് ആവാത്ത തരത്തിലുള്ള ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കില്ല അല്ലെ? തെന്നി വീഴാത്ത രീതിയിലുള്ള ഫ്ലോറിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, സ്കിപ്പ് ആവാതിരിക്കാൻ, സ്കിപ്പിംഗ് റെഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള റഫ് ആയിട്ടുള്ള ടൈൽസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓൾറെഡി എന്തായിരിക്കും, സെൻട്രലി എയർ കണ്ടീഷൻ ആയിരിക്കുള്ളൂ ലേബർ റൂമിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അവർ എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ചെയ്തോളൂ കേട്ടോ.